യെസ്, ജോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് SSLC എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഇക്വേഷൻ ഓഫ് ലൈൻ. യെസ്, ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. A line is drawn by joining the points 2, 3 and 5, 9. 2, 3 and 5, 9. Find the slope of the line. B question. Find the equation of the line. Next question. Check whether 1, 5 is a point on this line. So simple ആണ്. നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു സ്ലോപ്പ് എങ്ങനെ കാണുക. സ്ലോപ്പ് ഫസ്റ്റ് ഇത് A ക്വസ്റ്റ്യൻ, ഇത് B ക്വസ്റ്റ്യൻ, ഇത് C ക്വസ്റ്റ്യൻ. ആദ്യം സ്ലോപ്പ് എങ്ങനെ കാണുക എന്ന് പഠിപ്പിച്ചു തരാം. സിമ്പിൾ ആണ് കേട്ടോ. M എഴുതിക്കോളൂ. സ്ലോപ്പിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ M. ക്ലിയർ അല്ലേ? ഈക്വൽ ടു ഈ വൈകളില്ലേ, വൈകൾ മൈനസ് ചെയ്യാം. വൈകളില്ലേ, അതാണ് മുകളിൽ എഴുതേണ്ടത്. ഇതാർക്കും എഴുതാൻ പറ്റും, ഒരു പണിയില്ല. ഇക്വേഷൻ ഓഫ് ലൈൻ എഴുതാനേ കുറച്ചേലും ബുദ്ധിമുട്ടുള്ളൂ. ഈ സ്ലോപ്പ് ഒരാളും തെറ്റിക്കരുത്, എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ വൈകൾ മൈനസ് ചെയ്യാം. ക്ലിയർ അല്ലേ? 9 - 3. ഇനി താഴെ ഏതാണ് മൈനസ് ചെയ്യാം? 5 - 2. ഒന്ന് ചെയ്ത് നോക്കൂ, എത്രയാണ്? 9 - 3 6/3. എത്രയാണ് 6/3 എന്ന് പറഞ്ഞാൽ? 2. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈസിയാണോ? യെസ്. ഇതിൽ അടുത്തത് കാണേണ്ടതാണ് ഇക്വേഷൻ ഓഫ് ലൈൻ. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇക്വേഷൻ ഓഫ് ലൈൻ. ആദ്യം ഇക്വേഷൻ ഓഫ് ലൈൻ്റെ ഇക്വേഷൻ പഠിച്ചോ. എന്താണ് ഇക്വേഷൻ ഓഫ് ലൈൻ്റെ ഇക്വേഷൻ? ഓർമ്മ ഉണ്ടാവും. M into x minus x1 equal to y minus y1. ഇതിനെ പറയുന്ന പേരാണ് ഇക്വേഷൻ ഓഫ് ലൈൻ. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ഇക്വേഷൻ ഓഫ് ലൈൻ. ക്ലിയർ ആണോ? ഈ M എന്ന പ്ലേസിൽ എന്ത് കൊടുക്കുക? 2 അല്ലെ? M എന്ന പ്ലേസിൽ ഇതാ 2 എന്ന് കൊടുക്കുക. ക്ലിയർ ആണോ? M എന്ന പ്ലേസിൽ എന്ത് കൊടുക്കുക? 2. ബ്രാക്കറ്റ് ഇതുപോലെ ബ്രാക്കറ്റ് ഇടുക. X എന്ന് എഴുതുക. ഇവിടെ ഏറ്റവും വലിയ തെറ്റിക്കുന്ന രണ്ട് സംഭവങ്ങൾ ഇതാണ്. ഇതിനെ പറയുന്ന പേരാണ് x1. ഇതിനെ പറയുന്ന പേരെന്താണെന്നറിയോ? y1. ക്ലിയർ അല്ലേ? സോ x1 എന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? 2. ക്ലിയർ? x1 എന്ന പ്ലേസിൽ 2 കൊടുക്കുക. ഈക്വൽ ടു y മൈനസ് y1 3. സിമ്പിൾ അല്ലേ? ഇനി നമ്മളിത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. എന്താ പറയുക? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ആണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. 2 × x ചെയ്യുക, 2 × 2 ചെയ്യുക. ഒന്ന് ചെയ്ത് നോക്കൂ. 2 × x എന്താ? 2x. 2 × 2 എന്താ? 4. y - 3. ഇത്ര ചെയ്താലും മതി. ഇത്ര ചെയ്താലും മാർക്ക് കിട്ടും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലൊക്കെ അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഒന്നും കൂടി ഒരു സൗകുമാരിത ഉണ്ടാവും, ഭംഗി ഉണ്ടാവും. ഇങ്ങോട്ട് നോക്കിക്കോട്ടോ. ഇതാണ് നേരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 2x അതേപോലെ ഗ്ലാമർ ഉള്ള ഒരാൾ ഇതിലുണ്ട്. 2x അതേ വൈബിലുള്ള ഒരാള്. ആരാ? y. അവരെ ഒരുമിപ്പിക്കുക. ഒരേ വൈബിലുള്ള ആൾക്കാരെ ഒരുമിച്ച് എഴുതുക അല്ലേ? സോ 2x-ഉം y-നെയും നമ്മൾ ഒരുമിച്ച് എഴുതി. കണ്ടോ? ആ +y ഇങ്ങോട്ട് വരുമ്പോൾ -y ആയി. ബുദ്ധിമുട്ടുണ്ടോ? ഇനി ഇവിടെ ആരാ ബാക്കിയുള്ളത്? -4. ആ -4 അവിടെ എഴുതി. -4ന്റെ ചങ്കാര? ആ -3 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? +3 ആവും. ഈക്വൽ ടു 0. ജസ്റ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. ഇത് വന്നു കഴിഞ്ഞാൽ -4 + 3 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? രണ്ട് ഓപ്പോസിറ്റ് സിമ്പൽ വരികയാണെങ്കിലേ വലിയ നമ്പർ ഏതാന്ന് നോക്കുക. ഏതിലെ വലിയ നമ്പർ?
4. വലുതിന്ന് ചെറുത് മൈനസ് ചെയ്യുക, എന്നിട്ട് വലുതിന്റെ സിമ്പിൾ ഇടുക. ക്ലിയർ ആണോ? സോ ഇവിടെ ആൻസർ എന്ത് വരും? ക്ലിയർ ആണോ? സിമ്പിൾ. സി ക്വസ്റ്റ്യൻ എല്ലാ വർഷവും സി ക്വസ്റ്റ്യനും എക്സാമിന് ചോദിക്കാറുണ്ട്. സി ക്വസ്റ്റ്യൻ ഇതിലെ പോയിന്റ് ആണോ എന്ന് ചോദിച്ചാലേ ഇത്ര മാത്രം ചെയ്താൽ മതി. എക്സിന്റെ പൊസിഷനിൽ 1 കൊടുക്കുക, വൈയുടെ പൊസിഷനിൽ എന്തും കൊടുക്കുക 5ഉം. ഈ ഇക്വേഷനിൽ ഇവിടെ നോക്കിക്കോ, എക്സിന്റെ പൊസിഷനിൽ 1ഉം നിങ്ങൾ പറയാം, എക്സിന്റെ പൊസിഷനിൽ 1ഉം പറടാ, എക്സിന്റെ പൊസിഷനിൽ 1ഉം വൈന്റെ പൊസിഷനിൽ 5ഉം കൊടുത്തിട്ട് ഇത് കറക്റ്റ് കിട്ടുന്നുണ്ടോ നോക്കുക. സോ ഞാൻ ഈ ഇക്വേഷൻ ആട്ടോ എഴുതണം, ഈ ഇക്വേഷൻ എഴുതണം. മനസ്സിലായില്ല? എന്നാ പറഞ്ഞോ. 2 × x 2 × 1 സെറ്റ് അല്ലേ? മൈനസ് y എന്ന പ്ലേസിൽ എന്ത് എഴുതണം? 5 മൈനസ് 1. സോ ഇത് ചെയ്യുക. 2 × 1 എന്താ? 2. മൈനസ് 5 മൈനസ് 1 ആൻസർ എന്താ? മൈനസ് 5 മൈനസ് 1 ആൻസർ എന്താ? ഇതിങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. ഞാൻ എന്നും പറഞ്ഞു തരുന്നതാണ് ക്ലാസ്സിൽ. നിങ്ങളെ കയ്യിൽ നിന്ന് 5 രൂപ ഒരാൾ കടം വാങ്ങി, മൈനസ് എന്ന് പറഞ്ഞ കടം വാങ്ങുക. 1 രൂപയും കൂടി ഒരാൾ കടം വാങ്ങി. ഒരു ദരിദ്രവാസി വന്നിട്ടേ ഒരു ദിവസം 5 രൂപ വാങ്ങി, അടുത്ത ദിവസം 1 രൂപയും വാങ്ങി. എത്ര രൂപ കടം വാങ്ങി? 6 രൂപ കടം വാങ്ങി. സിമ്പിൾ. മനസ്സിലായോ? ഇനി ഇത് തെറ്റുവോ? വേറെ പ്രോബ്ലം. ഒരു ദിവസം ഒരാൾ 4 രൂപ കടം വാങ്ങി, ഒരു ദിവസം 2 രൂപയും കടം വാങ്ങി. കടം വാങ്ങി മൈനസ് പറഞ്ഞാൽ കടം വാങ്ങി. എത്ര രൂപ കടം വാങ്ങി? 6 രൂപ കടം വാങ്ങി. സിമ്പിൾ അല്ലേ? സോ ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തെറ്റിക്കരുത്. ഇതൊക്കെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ പറഞ്ഞോ, ഇതിന്റെ ആൻസർ എത്ര? ആൻസർ -4. ആൻസർ എന്തായിരുന്നു കിട്ടേണ്ടിയിരുന്നത്? 0. പക്ഷെ അതുകൊണ്ട് ഇത് പോയിന്റ് ആണോ? സോ അവിടെ എഴുതി വെക്കുക, 1/5 does not satisfy equation of this line. 1/5 does not satisfy equation of this line. Therefore, it is not a point on this line. Therefore, this is not a point on this line. ഇത് ഈസി ആയിട്ട് ക്ലിയർ ആയില്ലേ? സെറ്റ് അല്ലേ? ഓക്കെ.